കർണാടക മുൻ മുഖ്യമന്ത്രി എസ്.എം. കൃഷ്ണ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ തുടർന്ന് ഇന്ന് പുലർച്ചെ 3 മണിയോടെയായിരുന്നു അന്ത്യം. കേന്ദ്ര വിദേശകാര്യമന്ത്രി, ഗവർണർ എന്നീ പദവികൾ വഹിച്ചിട്ടുണ്ട്. കെ.ബി. ശ്രീധരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീധരൻ, കർണാടക മുൻ മുഖ്യമന്ത്രി എസ്.എം. കൃഷ്ണ അന്തരിച്ചിരിക്കുകയാണ്. എന്താണ് വിശദാംശങ്ങൾ? കഴിഞ്ഞ കുറച്ച് നാളുകളായി എസ്.എം. കൃഷ്ണ അസുഖബാധിതനായിരുന്നു. പലപ്പോഴായി ആശുപത്രിയിൽ ചികിത്സയും അദ്ദേഹത്തിന്റെ നില ഗുരുതരമാവുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ഏതായാലും ഇന്ന് ബംഗളൂരുവിലെ വസതിയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുന്നത്. പുലർച്ചെ 3 മണിയോടെയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത ബന്ധുക്കൾ പുറത്തുവിടുന്നത്. ഏതായാലും കർണാടകയുടെ വികസനത്തിന് വലിയ പങ്ക് വഹിച്ച ഒരു നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. 1999 മുതൽ 2004 വരെയുള്ള അദ്ദേഹത്തിന്റെ ഭരണകാലം കർണാടകയെ, പ്രത്യേകിച്ച് ബംഗളൂരുവിനെ ഒരു IT ഹബ്ബാക്കി ഉയർത്തുന്നതിലൊക്കെ നിർണായക പങ്ക് വഹിച്ചതാണ്. ഏതായാലും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയിലൂടെയാണ് എസ്.എം. കൃഷ്ണ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്ത് കോൺഗ്രസിന്റെ വലിയ വൊക്കലിക മുഖമായിരുന്നു. പിന്നീട് പക്ഷേ കേന്ദ്ര നേതൃത്വവുമായൊക്കെ പിണങ്ങി അദ്ദേഹം BJP പാളയത്തിലേക്ക് കൂടുമാറുന്ന അവസ്ഥയൊക്കെ ഉണ്ടായി. ഏതായാലും നിർണായക പങ്ക് വഹിച്ചിരുന്ന, അല്ലെങ്കിൽ നിർണായക പദവികൾ വഹിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു എസ്.എം. കൃഷ്ണ. കർണാടക മുഖ്യമന്ത്രിക്ക് പുറമെ 4 തവണ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. 3 തവണ അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, മൻമോഹൻ സിംഗ് സർക്കാരുകളിൽ അദ്ദേഹം കേന്ദ്രമന്ത്രി സ്ഥാനം വഹിച്ചിട്ടുണ്ട്. മൻമോഹൻ സിംഗ് സർക്കാരിൽ ഉയർന്ന പദവികളിലൊന്നായിട്ടുള്ള കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിരുന്നു. മഹാരാഷ്ട്ര ഗവർണറായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും 1962 അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമാകുന്നത്. 62 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പ്രചാരണത്തിന് എത്തിയിട്ടും എസ്.എം. കൃഷ്ണ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി നേടിയ വിജയം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പിന്നീട് അദ്ദേഹം കോൺഗ്രസിലേക്ക് കൂടുമാറുകയായിരുന്നു. കോൺഗ്രസിൽ 5 തവണ MLA ആയി. മാണ്ഡ്യയിൽ നിന്ന് 4 തവണ MP ആയിരുന്നു. ഏതായാലും കർണാടക സംബന്ധിച്ച് വലിയ തീരാനഷ്ടം തന്നെയാണ്. BJPയിൽ ചേർന്നതിന് പിന്നാലെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമല്ലാത്ത ഒരു സ്ഥിതിയിലേക്കൊക്കെ പോവുകയും ചെയ്തിരുന്നു. പക്ഷേ വൊക്കലിക മുഖം എന്നുള്ള രീതിയിൽ, ഒരു വൊക്കലിക നേതാവ് എന്ന രീതിയിൽ കർണാടകയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖമായിരുന്നു എസ്.എം. കൃഷ്ണ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ചുരുക്കി പറഞ്ഞാൽ ബംഗളൂരുവിന്റെ വികസനത്തിന് നിർണായക പങ്ക് വഹിച്ച ഒരു ദീർഘദർശിയായിട്ടുള്ള ഒരു നേതാവിനെയാണ് നഷ്ടമായിട്ടുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശ്രീധരൻ, ഇന്ന് തന്നെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? എന്തെങ്കിലും വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അക്കാര്യത്തിലൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ വന്നിട്ടില്ല. അതിന് പ്രധാന കാരണം ബലഗാവിയിലാണ് ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ ഉള്ളത്. എസ്.എം. കൃഷ്ണയുടെ ചെറുമകൻ വിവാഹം ചെയ്തിരിക്കുന്ന DK ശിവകുമാറിന്റെ മകളെയാണ്. DK ശിവകുമാർ എത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക എന്നുള്ളതാണ് എസ്.എം. കൃഷ്ണയുടെ കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ ഇന്നോ നാളെയോ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന അനൌദ്യോഗികമായിട്ടുള്ള വിവരം. ഏതായാലും ഈ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ബംഗളൂരുവിലെ വീട്ടിൽ തന്നെയാണുള്ളത്. ഒരു പൊതുദർശന നടപടികളൊക്കെ സ്വീകരിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം, കർണാടകയിൽ ഏറ്റവും വലിയ തലപ്പൊക്കമുള്ള നേതാക്കളിൽ ഒരാളായിരുന്നു എസ്.എം. കൃഷ്ണ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള ഒരു യാത്രയപ്പ് കൂടി നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഇനിയും ആവേണ്ടിയിരിക്കുന്നു. ഇത് അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ജീവിതം, രാഷ്ട്രീയ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ തന്നെ 2008 വരെ കോൺഗ്രസിലെ അനിഷേധ്യനായിട്ടുള്ള നേതാവായിരുന്നു എസ്.എം. കൃഷ്ണ. 2004 വരെ മുഖ്യമന്ത്രിയായിരുന്നു. അതിനുശേഷം JDS BJP സർക്കാരുകൾ വന്നു. 2008 തിരഞ്ഞെടുപ്പിൽ എസ്.എം. കൃഷ്ണയുടെ നേതൃത്വത്തിലായിരുന്നു കോൺഗ്രസ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടതെങ്കിലും പക്ഷേ ആ വർഷം മുതൽ തന്നെ സിദ്ധരാമയ്യ കോൺഗ്രസിലേക്ക് എത്തുകയും കോൺഗ്രസിൽ ശക്തനായ നേതാവാകുകയും ചെയ്തതോടുകൂടി എസ്.എം. കൃഷ്ണ പതുക്കെ പ്രസക്തനാവുകയായിരുന്നു. പിന്നീട് അദ്ദേഹം മഹാരാഷ്ട്ര ഗവർണറായി മാറുകയും പിന്നീട് ആ സ്ഥാനത്ത് രാജിവെച്ച് പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രിയായി പോയി. പിന്നീട് വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ
തിരിച്ചെത്തുക, സജീവമാവുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം തിരികെ എത്തിയെങ്കിലും ഈ സിദ്ധരാമയ്യയുടെ പ്രഭാവത്തിൽ അദ്ദേഹത്തിന് പിൻനിരയിലേക്ക് മാറേണ്ടി വന്നു. തുടർന്നാണ് 2018 അദ്ദേഹം BJP-യിലേക്ക് ചേക്കേറുന്നതും പിന്നീട് കഴിഞ്ഞ 6 വർഷക്കാലമായി അദ്ദേഹം BJP-യുടെ ഒരു മുഖമായിരുന്നെങ്കിൽ കൂടി ഒരു അത്ര സജീവമായിരുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനകം തന്നെ വിവരങ്ങൾ ലഭ്യമാകും. ഈ കഫേ കോഫിയുടെ ഉടമയായിട്ടുള്ള സിദ്ധാർത്ഥയുടെ ഭാര്യ മാളവിക കൃഷ്ണയൊക്കെ അദ്ദേഹത്തിന്റെ മകളാണ്. കുടുംബാംഗങ്ങളെല്ലാം കൂടി ആലോചിച്ച ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളെ കുറിച്ച് ഒരു അന്തിമ തീരുമാനമുണ്ടാവുക. ശരി ശ്രീധരൻ. കർണാടക മുൻ മുഖ്യമന്ത്രി SM കൃഷ്ണ അന്തരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവന്നത്. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടെ അന്ത്യം സംഭവിച്ചത്. KB ശ്രീധരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.